ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ശംസുൽ ഉലമക്ക് ആരും കൊതിച്ചു പോകുന്ന ഒരു മരണം അല്ലാഹു നൽകിയത്. എപ്പോഴും ശംസുൽ ഉലമ പറയുമായിരുന്നത്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ പോലെ തിങ്കളാഴ്ച ദിവസം വഫാത്താകണമെടാ എന്ന് എപ്പോഴും ആഗ്രഹം പറഞ്ഞിരുന്നുവത്രേ. പ്രിയപ്പെട്ടവരെ, കോഴിക്കോട്ടെ ഫാത്തിമ ഹോസ്പിറ്റലിന്റെ 612 റൂം നമ്പറിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അങ്ങനെ കിടക്കുകയാണ്. ഞായറാഴ്ച രാത്രി സമയം ബഹുമാനപ്പെട്ട ആർവി കുട്ടിയെ സെന്റാർമിയെ വിളിച്ചു. കുട്ടിയെ സെന്റാർമിയോട് പറഞ്ഞു, ഹോസ്പിറ്റലിന്റെ കുറച്ച് കലയുള്ള ഇടിയങ്ങര മക്കാമിലേക്ക് എനിക്ക് ഇപ്പോൾ പോകണം. ഡോക്ടർ എണീക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കുട്ടിയെ സെന്റാർമിക്കറിയാം. പക്ഷേ ഈ സമയത്ത് അതൊന്നും പറഞ്ഞാൽ ലേശില്ലെന്ന് ബോധ്യമുള്ള കുട്ടിയെ സെന്റാർമി വണ്ടി ഏർപ്പാടാക്കി. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഞായറാഴ്ച രാത്രി ആ മക്കാമിലേക്ക് പോവുകയാണ്. മക്കാമിലുള്ള മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് പുറത്താക്കി ശംസുൽ ഉലമ ഒറ്റയ്ക്ക് അതിനുള്ളിൽ കയറി വാതിലടച്ചു. ഒരുപാട് സമയം ആ മക്കാമിലുള്ള ആളുമായി നേരിട്ട് സംസാരിച്ചു അത്രേ ശംസുൽ ഉലമ. പുറത്തേക്ക് ഇറങ്ങിയേക്ക് പോയേക്കും വല്ലാതെ ക്ഷീണിച്ചവശനായിട്ടുണ്ട് മഹാനവറുകള്. വണ്ടിയിൽ കയറിയിട്ട് തിരിച്ച് ഫാത്തിമ ഹോസ്പിറ്റലിന്റെ റൂമിലേക്ക് മടങ്ങിയെത്തുകയാണ്. വേങ്ങരയുള്ള അലവി കുട്ടിയാജിയോട് സൂറത്ത് യാസീൻ ഓതാൻ ആവശ്യപ്പെടുകയാണ്. യാസീൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്തെത്തുമ്പോ ശംസുൽ ഉലമ അലവി കുട്ടിയാജിയുടെ ശരീരത്തിൽ ഇങ്ങനെ അമർത്തിയത്രേ. 3 തവണ ആവർത്തിപ്പിച്ച് ഓതിയത്രേ. അങ്ങനെ യാസീൻ അവസാനിച്ചു. വീണ്ടും ഓതാൻ പറഞ്ഞു. 3 തവണ പൂർണ്ണമായി യാസീൻ ഓതി അലവി കുട്ടിയാജി 3ാമത്തെ യാസീൻ വഇലൈഹി തുർജഊൻ ഇതങ്ങ് ഓതിക്കഴിഞ്ഞപ്പോ സുബഹി ബാങ്കിന്റെ സമയമായി. കോഴിക്കോട്ടെ ഫാത്തിമ ഹോസ്പിറ്റലിന്റെ 5ാമത്തെ നിലയിൽ നിന്നും സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരു പള്ളി. ആ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളി തുടങ്ങിയപ്പോ ശംസുൽ ഉലമ ഓരോരോ വാക്കിനും ജവാബ് ചൊല്ലി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ശംസുൽ ഉലമ അതുപോലെ ജവാബ് പറഞ്ഞു. ഓരോരോ ലഫ്സിനും പറഞ്ഞു അവസാനം മുഅദ്ദിൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അതിന്റെ കൂടെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശംസുൽ ഉലമ പിന്നെ മിണ്ടിയില്ല. ബഹുമാനപ്പെട്ടവർ ലോകത്തോട് വിട പറയുകയാണ്. ചിന്തിക്കും മുഅ്മിനീങ്ങളെ, മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് ശഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ശംസുൽ ഉലമ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി ശംസുൽ ഉലമയുടെയും സ്വർഗ്ഗത്തിന്റെയും ഇടയിലുള്ള മറ ഖിയാമത്ത് നാൾ മാത്രമാണ് മുഅ്മിനീങ്ങളെ. ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ ശംസുൽ ഉലമ സ്വർഗ്ഗീയ ആരാമത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഞാൻ അഗ്നിന്റെ മേലിലാണെന്ന് പറയാതെ പറഞ്ഞു നമ്മളോട് വിട പറഞ്ഞാണ് പോയത്. അവരൊക്കെയാണ് സമസ്തക്ക് നേതൃത്വം നൽകിയത്. ആ ശംസുൽ ഉലമ വഫാത്തായതും കണ്ണിയത്തോട് നമ്മോട് വിട പറഞ്ഞതും അത്തിപ്പറ്റ ഉസ്താദ് യാത്രയായതും ഔത്തുല്ലാഹും തങ്ങളുടെ വഴിയിലാണ് മുഅ്മിനീങ്ങളെ. അതുതന്നെ ഈ പ്രസ്ഥാനിക സംഘശക്തി ഹഖിന്റെ പാതയിലാണ് എന്ന് വ്യവസ്ഥാധികമായി തെളിയിക്കപ്പെടാൻ മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഈ സത്യപാന്താവിനോടുകൂടെ പാറ പോലെ ഉറച്ചിരുന്ന് പർവ്വതം കണക്കി അല്ലാഹുവിന്റെ ദീനിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഈ സദസ്സിലെ ഓരോരോ ഘട്ടങ്ങളിലും നിങ്ങൾ ഓരോരുത്തരും അതിന്റെ കൂടെ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ